ഹലോ, വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും വെഡ്ഡിങ് പർപ്പസ്, പാർട്ടി പർപ്പസിനായിട്ട് കുറച്ച് ഡ്രസ്സുകൾ എല്ലാവരും സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ. എസ്പെഷ്യലി വെഡ്ഡിങ്ങിനായിട്ട് നമ്മൾ നല്ല നല്ല ഭംഗിയുള്ള സിൽക്ക് സാരീസ്, പിന്നെ ടെമ്പിൾ വിസിറ്റ് പോകുമ്പം സെറ്റ് സാരീസ്, പാർട്ടി വെയർ ആകുമ്പോൾ ലെഹങ്ക, അങ്ങനെ ദാവണി, അങ്ങനെ കുറേ സെറ്റുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ. പക്ഷെ ഇതെല്ലാം നമ്മൾ നല്ല ഭംഗിയായിട്ട് എല്ലാം സാരി എല്ലാം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നമ്മൾ പോകും. പക്ഷെ തിരിച്ചു വന്നതെല്ലാം പാക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ജോലി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ സാരീസ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാനും അതെങ്ങനെ കറക്റ്റായിട്ട് പ്രോപ്പറായി സിൽക്ക് സാരിയൊക്കെ ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ പ്രിസർവ് ചെയ്യണമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ. ആദ്യം എൻ്റെ കയ്യിലുള്ള കുറച്ച് പട്ട് സാരികളാണ് സിൽക്ക് സാരികളാണ് ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സാരിക്ക് നല്ല വീതിയുള്ള ബോർഡറാണുള്ളത്. എപ്പോഴും നമ്മളിതിൻ്റെ പല്ലു, അതായത് മുന്താണി എന്ന് പറഞ്ഞാൽ എപ്പോഴും കവർ ചെയ്ത് വെക്കണം. അത് ഒരിക്കലും വെളിയിൽ വരുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ മടക്കി വയ്ക്കരുത്. ഇതുപോലെ ഉണ്ട് പൊതിഞ്ഞ്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് ഇതിനുള്ള ആ പട്ടും നശിച്ചു പോകത്തില്ല. അപ്പോൾ നല്ല വീതിയുള്ള മുന്താണിയുള്ള സാരീസൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഹെവി അയൺ ബോക്സിൽ ഹെവി ചൂട് വെച്ച് നമുക്ക് ഒരിക്കലും അയൺ ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ കൂടെ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്യുക. അത് മൈൽഡായിട്ട്, ഇപ്പോഴത്തെ അയൺ ബോക്സിനൊക്കെ സിൽക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ മൈൽഡായിട്ടുള്ള ചൂടിൽ വേണം അയൺ ചെയ്ത് വയ്ക്കാൻ. പിന്നെ കൂടാതെ ഇതിൽ പല സാരികൾ നമുക്ക് അങ്ങനെ വാഷ് ചെയ്യാൻ പാടില്ലാത്തതാണ്. പല പട്ട് സാരികളും വാഷ് ചെയ്ത് ഡ്രൈ ക്ലീനേ ചെയ്യാവൂ. ചിലതാണെങ്കിൽ ജസ്റ്റ് ഷാമ്പൂ വാഷ്. അപ്പോൾ അല്ലാതെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുകയോ അല്ലാതെ നമ്മൾ നല്ല വാഷിംഗ് പൗഡർ ഉപയോഗിച്ചാൽ നല്ല മൈൽഡായിട്ട് വാഷിംഗ് പൗഡർ കൂടെ വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഷാമ്പൂ വാഷ് ചെയ്താലും മതി. ഡ്രൈ ക്ലീൻ ചെയ്യാൻ സൗകര്യമുള്ളതാണ്, അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇത് രണ്ട് സാരി നല്ല വീതിയുള്ള ബോർഡറാണ്. അപ്പോൾ അത് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ഫോൾഡ് ചെയ്യാൻ. അതിൻ്റെ ആ പട്ട് മാക്സിമം മടങ്ങാത്ത രീതിയിൽ വേണം നമ്മളത് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ. എപ്പോഴും ഇങ്ങനെയുള്ള സാരികൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും മടക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും എപ്പോഴും ബെറ്റർ. ഈ കാണുന്ന സാരിയിലാണെങ്കിൽ കുറച്ച് സ്റ്റോൺ വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അത് പരസ്പരം തമ്മിൽ ഇങ്ങനെ ഉടക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അതിനകത്ത് നല്ല ഈ സാരിയുടെ അകത്ത് വയ്ക്കുന്ന പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അത് അങ്ങനെയുള്ള പേപ്പർ കിട്ടില്ലെങ്കിൽ നമുക്ക് ഒത്തിരി വിലയില്ലാത്ത പേപ്പർ, A4 സൈസ് പേപ്പറല്ല, ഒത്തിരി വിലയില്ലാത്ത പേപ്പർ ഉണ്ടല്ലോ. ഈ സാരി അതുപോലെയാണ്, സ്റ്റോൺ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോൺ ഇളകി പോകാതിരിക്കാനും പരസ്പരം അത് നശിച്ചു പോകാതിരിക്കാനും നമ്മളിടയിൽ ഒരു ആ പേപ്പർ വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ മടക്കി വെച്ചിരുന്നാൽ നമ്മുടെ സാരിയെല്ലാം റെഡി ആയിരിക്കും. ഇനി നമുക്കത് ഒരു ബാഗിലോട്ടായിരിക്കും മാറ്റാം. ഓക്കെ, ബാഗിലോട്ട് വയ്ക്കുമ്പോഴും മാക്സിമം ഇടയ്ക്കിടയ്ക്ക് സാരികളുടെ ഇടയിൽ അതുപോലത്തെ ഒരു പേപ്പർ വയ്ക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഇതിനകത്തൊരു കവർ വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലോട്ടാണ് സാരിയെല്ലാം മടക്കി വെച്ചിരുന്ന സാരിയെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പേപ്പർ എല്ലാ സാരിയുടെ ഇടയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ സാരി എടുക്കാനും സാരി തമ്മിൽ ഈ പട്ട് സാരികളാണല്ലോ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാരി. അപ്പോൾ ഇതിൻ്റെ പട്ട് തമ്മിൽ പരസ്പരം ഉരയാതിരിക്കാനും ഈ പേപ്പർ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ അയൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, വാഷ് ചെയ്യുമ്പോഴും ഈ സാരികളൊക്കെ ചില സാരീസൊന്നും, ഇങ്ങനെയുള്ള സിൽക്ക് സാരീസൊന്നും അയൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ചെറിയ ചൂട് വെയിലടിക്കുന്ന ഭാഗത്തുകൊണ്ട് കുറേ നേരം ഉണക്കി വെച്ചാലും മതി. അങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ സെറ്റ് മുണ്ടും. ആക്ച്വലി സെറ്റ് മുണ്ട് ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട്. സെറ്റ് സാരിയുടെ നമ്മൾ ഈ അടിഭാഗം തറയിൽ മുട്ടി കിടന്ന ഭാഗത്ത് മാത്രം നന്നായിട്ട് ഷാമ്പൂ അല്ലെങ്കിൽ ചെറിയ സോപ്പ് വെച്ച് ഉരച്ചൊരച്ച് കഴുകും. അതിനുശേഷം ജസ്റ്റ് ഷാമ്പൂ വെച്ച് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കത്തേ ഉള്ളൂ. അതിനുശേഷം ഞാനിത് ഡ്രൈ ക്ലീനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് തേച്ച് തരാറുണ്ട്. അപ്പം ഞാൻ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത് സെറ്റ് സാരികൾ. അപ്പോൾ എന്തായാലും ഞാൻ അതെല്ലാം മടക്കി അത്യാവശ്യം സാരീസ് എല്ലാം ഞാൻ മടക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇതുപോലുള്ള സെറ്റ് സാരീസൊക്കെ വാഷ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്തും നമുക്ക് ഗോൾഡൻ വർക്കുകളുണ്ട്. ആ വർക്കുകളുടെ ഭാഗത്തൊന്നും ഒരിക്കലും ഡയറക്റ്റ് അയൺ
ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊതെന്ന് വെച്ചാൽ സിൽക്ക് സാരീസൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പം ഈ വാട്ടർ സ്പ്രേ ഒരിക്കലും ഉപയോഗിക്കാനായി പാടില്ല. വെള്ളം ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ആ പട്ട് നശിച്ചു പോകും, പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അയൺ ചെയ്യുമ്പോഴും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ എൻ്റെ സെറ്റ് സാരീസ് എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞു. ഇത് നമുക്കൊരു ബോക്സിലോട്ടാക്കി മാറ്റാം. സെറ്റ് സാരി മടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് മടക്കി കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്തൊന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആക്ച്വലി ഇത് ഞാൻ ഓൾറെഡി ഡ്രൈ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് പതുക്കെ ഓരോ ബാഗിലായിട്ട് മാറ്റി മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ബാഗുകൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതുമാത്രം നമുക്കറിയാൻ പറ്റുള്ളൂ ഇന്ന സാരിയാണ് ഇതിനകത്തിരിക്കുന്നതെന്ന്. അത് മാത്രം എടുത്താൽ മതിയാവും. എല്ലാം കൂടെ നമുക്ക് വലിച്ചു വരേണ്ട അവസ്ഥ വരത്തില്ല. ഇനി നെക്സ്റ്റ് എൻ്റെ കുറച്ച് ബ്രൊക്കേഡ് ബ്ലൗസസ് ഉണ്ട് കേട്ടോ. റെഡിമെയ്ഡ് വാങ്ങിച്ചതും തയ്പ്പിച്ചതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രൊക്കേഡ് ബ്ലൗസസിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു മുത്തുകളാണുള്ളത്. അത് ഞാൻ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കേണ്ടത്. കാരണം ആ മുത്തുകളും പരസ്പരം ഒരഞ്ഞ് അതിൻ്റെ കളറൊക്കെ പോകത്തില്ലേ. അപ്പോൾ അത് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി. ഈ ബ്ലൗസിനും അതുപോലെ മുത്തുകളുണ്ട്. അപ്പോൾ അതും ഞാനിങ്ങനെ ടിഷ്യൂ പേപ്പറോ എന്തുവായാലും വെച്ച് ആ മുത്തുകളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി ബ്രൊക്കേഡ് ബ്ലൗസസും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് മടക്കി, ഞാൻ ബ്രൊക്കേഡ് ബ്ലൗസസ് നോർമൽ ബ്ലൗസസിൻ്റെ കൂടെ ഞാൻ വയ്ക്കാറില്ല. അപ്പോൾ അത് പ്രത്യേക ഒരു കവറിലാക്കിയാണ് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് എടുക്കാനുള്ള പാകത്തിലാണ്. മറ്റ് നമ്മൾ അത്യാവശ്യമൊക്കെ സ്കൂളിലൊക്കെ ഡെയിലി ഉപയോഗിക്കാനുള്ളതാണ്. ഇത് നമ്മൾ ഫങ്ഷൻസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഡെയിലി സ്കൂളിൽ ഇപ്പോൾ സാരിയില്ല. ഇപ്പോൾ ആക്ച്വലി നമുക്ക് നേരത്തെ ഡെയിലി സ്കൂളിൽ സാരിയാണ്. ഇപ്പോൾ അതൊക്കെ ചേഞ്ച് ആക്കി ഇപ്പോൾ ചുരിദാറാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴും മാത്രമേ ഇപ്പോൾ സാരി ഉടുക്കാറുള്ളൂ. എന്നാലും ഞാൻ കോട്ടൺ നമ്മൾ ഡെയിലി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലൗസസൊക്കെ ഞാൻ പ്രത്യേകം അലമാരയുടെ ഷെൽഫിലാണ് മടക്കി വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ബ്രൊക്കേഡും അത്യാവശ്യം നല്ല ഇച്ചിരി വർക്കമുള്ള ബ്ലൗസസൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് മടക്കിയിട്ട് പ്രത്യേകം ഒരു കവറിലാക്കി എനിക്ക് എടുക്കാൻ പാകത്തിന് എടുത്ത് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഞാനൊന്ന് പാക്ക് ചെയ്ത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസസ്, ഇതാണ് ബാക്കിയുള്ള നോർമൽ ബ്ലൗസസ്. ഇത് ഞാനൊരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. കോട്ടൺ ബ്ലൗസും സിൽക്ക് ബ്ലൗസും ഉള്ള എല്ലാ ടൈപ്പിലെയും ബ്ലൗസസാണ് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചില ആൾക്കാർ ബോക്സിലൊക്കെ വയ്ക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് കളറൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കളർ അനുസരിച്ച് ചൂസ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെയാണ് ബ്ലൗസസൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ സാരിയുടെ കൂടെ ഉപയോഗിക്കുന്ന ഈ പാവാടകളും ഞാൻ ഇങ്ങനെയാണ് അടുക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് കളർ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ബാക്കി സാരീസ് എല്ലാം ഷിഫോണ്, ലിനൻ സാരീസൊക്കെ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടും ബാക്കി അല്ലാത്ത സാരീസ് എല്ലാം ചില പട്ട് സാരികളല്ലാത്ത പട്ട് പോലത്തെ കുറച്ച് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ താഴെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ലിനൻ സാരിയാണ് കേട്ടോ. ഇതും ലിനൻ സാരിയാണ് കേട്ടോ. ലിനൻ സാരി എല്ലാം ഞാൻ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയൺ ചെയ്ത് ഹാങ് ചെയ്തിട്ടേക്കും. നെക്സ്റ്റ് ആ ബ്ലൂ കളറിലുള്ളതും ഒക്കെ ലിനൻ സാരിയാണ്. ആ ലിനൻ സാരിക്ക് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ബാക്കിയെല്ലാം ഷിഫോൺ സാരീസാണ്. അത് പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട. ഷിഫോൺ സാരിയൊക്കെ ഞാൻ സാധാരണ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകാറുണ്ട്. ബാക്കിയൊന്നും വാഷിംഗ് മെഷീനിലിട്ടൊന്നും കഴുകാറില്ല. എല്ലാം ഷാമ്പൂ വാഷ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ സാരീസും ഇതുപോലെ ഞാനിങ്ങനെ അടുക്കി വയ്ക്കും. അപ്പോൾ എനിക്ക് കളർ അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഇങ്ങനെയാണ് സാരീസൊക്കെ എൻ്റെ അലമാരിയിൽ ഹാങ് ചെയ്തിടുന്നത്. ആക്ച്വലി ഒരു അലമാരയുടെ പകുതിയോളം സാരീസിന് മാത്രം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ സാരി അല്ലാതെ ഒന്നും വയ്ക്കാറില്ല. ചുരിദാറൊക്കെ വേറെ ഷെൽഫിലാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സാരീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള സാരീസ്, ഇതൊരു ടിപ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാരീസ് നമ്മളിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ആ വർക്കുകൾ തമ്മിലിങ്ങനെ കൂട്ടി ഇങ്ങനെ, അപ്പോൾ ആ വർക്കുകൾ നശിച്ചു പോകാനും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ ഒക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് ഒന്ന് മടക്കി വയ്ക്കണം. ആക്ച്വലി ഇങ്ങനെയുള്ള സാരീസ് മടക്കുമ്പോൾ നേരെ തിരിച്ചു വേണം നിങ്ങൾ മടക്കാൻ. എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിലൂടെ പരസ്പരം അത് തട്ടയോ മുട്ടയോ ഒന്നും ചെയ്യാറില്ല. കൂടാതെ ഞാൻ ഇങ്ങനെ മടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഓരോ ഷീറ്റ് പേപ്പറും കൂടെ വെച്ച് ഫോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പട്ട് സാരികൾ മടക്കുമ്പം എപ്പോഴും ഒരേ ലെവലിൽ തന്നെ മടക്കല്ലേ. ഇപ്പോൾ ഈ മധ്യത്തെ ആ ഒരു വെട്ട് കണ്ടോ,
അപ്പോൾ ഇനി മടക്കുമ്പോൾ ആ വെട്ടിൽ നിന്ന് മാറ്റി കുറച്ച് മാറ്റി ചേഞ്ച് ചെയ്ത് വേണം മടക്കാൻ. അപ്പോൾ ഒരേപോലെ നമ്മൾ മടക്കി കഴിഞ്ഞാൽ അവിടുത്തെ പട്ട് കേടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മടക്കി ആ മടക്ക് മാറ്റിയിട്ട് വേറെ സൈഡിലോട്ട് മടക്ക് വയ്ക്കണം. അത് എപ്പോഴും നമ്മളെടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്തിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ പട്ടുസാരികൾ അത്യാവശ്യം നമ്മൾ മന്തിലേക്കെങ്കിലും എടുത്തൊക്കെ നോക്കണം, വച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത്, ഇതെല്ലാവരും ചെയ്യുന്നതാണ്, നമ്മൾ നല്ല ഹെവി പട്ടുസാരികളൊക്കെ നമ്മൾ അങ്ങനെ വാഷ് ചെയ്യാറില്ലല്ലോ. അതും ഒരു മന്തിലി ഒക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളം വെയിലത്തിട്ട് ഒന്ന് ചൂടേൽപ്പിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അത്യാവശ്യം എല്ലാ സൈഡിലും ഒക്കെ ഒന്ന് വെയിലൊക്കെ അടിച്ചിട്ട് കിട്ടുമ്പോൾ നമ്മുടെ സാരീസൊക്കെ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടിപ്പും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പുണ്ട്. എപ്പോഴും നമ്മൾ സാരി പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രാമ്പു ടിഷ്യൂവിനകത്തിട്ട് ഒരു കിഴി പോലെ പൊതിഞ്ഞ് ആ ബോക്സിനകത്ത് ഇട്ട് വെച്ചാൽ വളരെ ഫ്രഷായിട്ടിരിക്കും. നമ്മളെ കീടങ്ങളോ പൂപ്പലോ ഒന്നും അതിനകത്ത് വരത്തില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ടിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്